ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്ന സമയത്ത് വാർത്തകൾക്ക് ഒരു പഞ്ഞും ഉണ്ടായിരുന്നില്ല. അത് മെയിൻ സ്ട്രീം ചാനലുകൾക്കാവട്ടെ സോഷ്യൽ മീഡിയയിലുള്ളവർക്കാവട്ടെ കണ്ടന്റിന്റെ ചാകരയായിരുന്നു എന്ന് തന്നെ പറയാം. മണിക്കൂർ ഇടവിട്ട് അത്തരത്തിൽ ചാകര കൊടുത്തുകൊണ്ടിരുന്ന ഒരു വ്യക്തികളിൽ ഒന്നാണ് ഈ പറയുന്ന മിനു മുനീർ എന്ന് പറയുന്ന ഒരു വ്യക്തി. ഒരാൾക്കെതിരെയല്ല, നമുക്കറിയാം നിരവധിയായിട്ടുള്ള ആൾക്കാർക്കെതിരെയാണ്. അതിൽ ജയസൂര്യ ഉണ്ട്, ബാലചന്ദ്രമേനോനുണ്ട്, ഇടവേള ബാബു ഉണ്ട്, മണിയമ്പിള്ള രാജു ഉണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ മുകേഷ് ഉണ്ട്. ഇങ്ങനെ നിരവധിയായിട്ടുള്ള ആൾക്കാരുടെ പേരാണ് അവർ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരുപാട് ഇൻ്റർവ്യൂസ് ഒരു ചാനൽസിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു ജൂലൈ മാസത്തിൽ അവരെ അറസ്റ്റ് ചെയ്തു എന്നൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവർ FB-യിലാന്ന് തോന്നുന്നു പോസ്റ്റ് ഇടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ എന്തോ മീൻകറിയൊക്കെ വെച്ച് സുഭിക്ഷമായിട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എന്നെ അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്തയൊക്കെ വ്യാജമാണെന്ന്. പക്ഷേ എന്തായാലും ഇപ്പോൾ ഒരു വാർത്ത വന്നിട്ടുണ്ട്, അവരെ അറസ്റ്റ് ചെയ്തു എന്ന തരത്തിൽ 2014 നടന്നിട്ടുണ്ടായിരുന്ന ഒരു കേസുമായി ആസ്പദമാക്കി. അതായത് ഈ പറയുന്ന അവരുടെ ബന്ധുവായിട്ടുള്ള 16 വയസ്സ് മാത്രം ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയെ മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ടൊരു കേസ്. അതിൽ ഇപ്പോഴാണ് അറസ്റ്റ് ചെയ്യുന്നതെന്നുള്ളത് ഏറ്റവും അതിശയകരമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ കമൻറ്റ് സെക്ഷനിൽ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ഇത് ഒരുപാട് ആൾക്കാർ, അതായത് ഇതിൻ്റെ അവരുടെ ആരോപണം ഉന്നയിച്ച കുറേ ആൾക്കാർ ചേർന്നിട്ടുള്ള കാര്യങ്ങളാണോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും അന്ന് നടന്നൊരു കേസിനെ ആസ്പദമാക്കി ഇത്രയും വർഷം എടുത്തു ആ ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്യാനെന്നുള്ള കാര്യം എന്നൊക്കെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു തെളിവൊക്കെ കണ്ടെത്താനെന്നുള്ള കാര്യം ആലോചിക്കുന്ന സമയത്താണ് ഭയങ്കര അതിശയമായി തോന്നിയെന്ന് പറയുന്നത്. എന്തായാലും ഒറ്റ കാര്യമുള്ളൂ, അവരെ കൊണ്ട് തലവേദന ഉണ്ടായിരുന്ന ആൾക്കാർക്കൊക്കെ എന്തായാലും കുറച്ച് കാലത്തേക്ക് തലവേദന ഒഴിഞ്ഞു, വാർത്ത സത്യമാണെങ്കിൽ.